ഈശ്വംശിയാരി സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹപൂർവ്വം വചന വിചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യേശയ്യ 11:2. വരാനിരിക്കുന്ന മിശിഹ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പൂർണ്ണതയായിരിക്കുമെന്ന യേശയ്യ പ്രവാചകൻ്റെ വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണവും യഥാർത്ഥവുമായ ജ്ഞാനം ദൈവത്തിൽ മാത്രമേ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ ദൈവത്തെ കേന്ദ്രമാക്കിയും ദൈവഭയത്തോടുള്ള ജീവിതം തന്നെയാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമായി അവർ കണ്ടിരുന്നത്. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. സുഭാഷിതം 1:7. ജ്ഞാനത്തിൻ്റെ നിറവായി പുതിയ നിയമഗ്രന്ഥങ്ങളും യേശുവിനെ ചിത്രീകരിക്കുന്നുണ്ട്. 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയ ബാലനായ യേശു വേദശാസ്ത്രികളോട് തർക്കിക്കുന്നത് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ലൂക്ക രേഖപ്പെടുത്തുന്നു. യേശു നസറത്തിൽ നടത്തിയ 30 വർഷത്തെ ജീവിതം ലൂക്കാ സുവിശേഷകൻ സംഗ്രഹിക്കുമ്പോൾ അത് മുഖ്യമായും ജ്ഞാനത്തിലുള്ള വളർച്ചയുടെ കാലഘട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൈവഹിതം തിരിച്ചറിയാൻ നാം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുമ്പോഴാണ് ജ്ഞാനം നമ്മിൽ വസിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ ആത്മാവ് അപ്പോൾ നമ്മളെ സഹായിക്കും. ജ്ഞാനമെന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു അറിവ് മാത്രമല്ല, മറിച്ച് അത് ഒരു വിവേകമാണ്. ദൈവിക സ്വരവും സാത്താൻ്റെ പ്രേരണകളും വിവേചിച്ചറിയാനുള്ള വിവേകം. ദൈവത്തിൻ്റെ ജ്ഞാനമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പ്രാപിക്കാനൊരുങ്ങുന്ന സകല ജ്ഞാനത്തിലേക്കും അറിവിലേക്കും നമ്മെ നയിക്കും. അങ്ങനെ കർത്താവിന് യോഗ്യവും അവിടുത്തേക്ക് തികച്ചും പ്രീതികരവുമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഫലദായമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതം ജ്ഞാനത്താൽ നിറയുമ്പോൾ അത് കൂടുതൽ പ്രകാശിതമാകുന്നു. നമ്മുടെ കുടുംബത്തിലും നാം വ്യാപരിക്കുന്ന സമൂഹത്തിലെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ ജ്ഞാനം നൽകുന്ന ഉൾക്കാഴ്ചയോടെ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:10 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്ക് തകർച്ചകളിലും പരാജയങ്ങളിലും ആത്മീയ ആനന്ദത്താൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിച്ചോയെ, അവിടുത്തെ ദാനമായ ജ്ഞാനവും വിവേകവും നൽകി അങ്ങയുടെ ഹിതം തിരിച്ചറിയുന്നതിനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ ബലികളായി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.